നമസ്കാരം. ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത ഗോദ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന്. കുഞ്ഞിരാമായണത്തിന് ശേഷം ബേസിൽ ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഗോദ. വാമിക ഗബി, രഞ്ജി പണിക്കർ, ടൊവിനോ തോമസ്, അജു വർഗീസ് തുടങ്ങിയവർ നിരവധി കഥാപാത്രങ്ങൾ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ കിടിലനൊരു പടമാണ് ഗോദ. കുഞ്ഞിരാമായണം ഒരു മുഴുനീള കോമഡി ആയിരുന്നെങ്കിൽ ഗോദ അടിപൊളി കോമഡിക്കൊപ്പം നല്ലൊരു കഥയും പറയുന്നുണ്ട്. ചിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം വാമിക ഗബി, രഞ്ജി പണിക്കർ, ടൊവിനോ തോമസ് എന്നിവരുടെ കഥാപാത്രങ്ങളെ കുറിച്ച് പറയണം. മലയാള സിനിമയിലേക്കുള്ള ഒരു സൂപ്പർ എൻട്രിയാണ് വാമിക ഗബി നടത്തിയിരിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഗോദയിൽ നായകനല്ല, നായികയാണ് മുന്നിൽ. പഞ്ചാബ് സ്വദേശിനിയായ ഗുസ്തിക്കാരി പെൺകുട്ടിയായാണ് വാമിക ഗബി ചിത്രത്തിൽ. അദിതി സിംഗ് എന്നാണ് ഈ കഥാപാത്രത്തിന്റെ പേര്. ഈ കഥാപാത്രം കേരളത്തിലെ ഒരു ഗ്രാമത്തിലേക്ക് എത്തുന്നതും തുടർന്ന് അവിടെ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ചിത്രം പറയുന്നത്. സാധാരണ സിനിമയിൽ നായിക കഥാപാത്രങ്ങൾക്ക് ലഭിക്കാത്തത്രയും ഹീറോയിസം വാമികയുടെ കഥാപാത്രത്തിന് കിട്ടുന്നുണ്ട് ഈ ചിത്രത്തിൽ. രഞ്ജി പണിക്കരുടേതാണ് ചിത്രത്തിലെ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു കഥാപാത്രം. ഞാൻ വിളിപ്പിച്ചത് ഒരു ഗാട്ടാ ഗുസ്തി ടൂർണമെന്റ് നമ്മുടെ മനയത്ത്. ഗുസ്തി പാരമ്പര്യമുള്ള കണ്ണാടിക്കൽ എന്ന ഗ്രാമത്തിലെ ഒരു ഗുസ്തിക്കാരൻ. ക്യാപ്റ്റൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. മാസ് എൻട്രിയും ഗുസ്തി സീനുകളും സൂപ്പർ ഡയലോഗുകളുമായി രഞ്ജി ചിത്രത്തിലുടനീളം കാണികളെ കയ്യിലെടുക്കുന്നുണ്ട്. ഇനി ടൊവിനോയിലേക്ക് വരാം. രഞ്ജി പണിക്കരുടെ ക്യാപ്റ്റൻ എന്ന കഥാപാത്രത്തിന്റെ മകനായാണ് ടൊവിനോ തോമസ് ചിത്രത്തിൽ. പേര് ആഞ്ജനേയദാസ്. നാട്ടിലെ കൂട്ടുകാർക്കൊപ്പം ഉഴപ്പി നടക്കുന്നൊരു യുവാവ്. ഉപരിപഠനത്തിനായി പഞ്ചാബിലെത്തുന്ന ആഞ്ജനേയദാസിലൂടെയാണ് അതിഥി കേരളത്തിലെ ഗ്രാമത്തിലേക്ക് എത്തുന്നത്. അതിഥി സിംഗിനെ പ്രണയിക്കുന്ന കഥാപാത്രമാണിത്. ഹാസ്യവും മാസ് സീനുകളും മികച്ച രീതിയിലാണ് ടൊവിനോ കൈകാര്യം ചെയ്യുന്നത്. പുതുതലമുറ തമാശകളുടെ ആശാനാണ് ബേസിൽ ജോസഫ് എന്ന സംവിധായകൻ. അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം കുഞ്ഞിരാമായണത്തിലും അദ്ദേഹത്തിന്റെ പഴയ ഷോർട്ട് ഫിലിമുകളിലും നമ്മൾ അത് കണ്ടതാണ്. ഗോദയും തമാശയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. അജു വർഗീസ്, ബിജുക്കുട്ടൻ, ധർമ്മജൻ, ഹരീഷ് കണാരൻ, ശ്രീജിത്ത് രവി തുടങ്ങിയവരാണ് ചിത്രത്തിലെ ഹാസ്യ വിഭാഗം കൈകാര്യം ചെയ്യുന്നത്. ഷാൻ റഹ്മാൻ സംഗീതം നൽകിയ പാട്ടുകളും മനോഹരമാണ്. ചുരുക്കി പറഞ്ഞാൽ ആർക്കും ധൈര്യമായി ആസ്വദിച്ച് കാണാവുന്ന നല്ലൊരു ചിത്രമാണ് ഗോദ. വീണ്ടും കാണാം. ബൈ.